വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു എഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. പിന്നെ നമ്മളെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ അരി അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കഴുകി ഊറ്റി വെച്ച അരിയാണ്. ഞാൻ സെല്ല ബസുമതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ സ്പൈസസ് ആയിട്ടുള്ള പട്ട, കറാമ്പൂ, ഏലം, ബേ ലീഫ്, പിന്നെ സൺഫ്ലവർ ഓയിൽ, ഉപ്പ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളയ്ക്കുന്നവരെ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് കഴുകി ഊറ്റി വെച്ച അരി അതിലേക്കിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ച് വേവിച്ച് അത് നമ്മൾ അപ്പുറത്ത് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ നോക്കുകയാണ്, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ നോക്കുക. നമ്മൾ ചെമ്പ് വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ, ക്യാബേജ്, ക്യാരറ്റ്, പിന്നെ ബീൻസ്, പിന്നെ നമ്മൾ സ്പ്രിങ് ഓനിയൻ, പിന്നെ 2 മുട്ടയും പൊട്ടിച്ച് വെച്ചിട്ട് നമ്മളെല്ലാം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവുന്ന വരെ ഒന്ന് മൂടി വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് 2 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ചില്ലി സോസ് എന്നിവ ഒഴിച്ചിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. നല്ലോണം എല്ലായിടത്തേക്കും എത്തുന്ന വരെ നമ്മൾ മിക്സാക്കി എടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ച അരി അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ നല്ലോണം മിക്സാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അരി പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കുക ഇളക്കുമ്പോൾ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇത് കഴുകി ഊറ്റിയിട്ട് നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ചൂടോടെ ഇളക്കി കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്നതിന് ലേശം നേരം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് നമ്മളത് വെച്ചത് ഇതിലേക്ക് ഇട്ട കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, സ്പ്രിങ് ഓനിയൻ എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.